എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും 13 വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് നീ പറയണേ. എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. അതിന് ട്രഫാർഗറിലോ പല്ല് കടിച്ച് യു ആർ അൺബിലീവബിൾ. നിനക്ക് ഇത്രയും ഭംഗിയായിട്ട് എന്റെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ കഴിയുന്നു? നിന്റെ ആക്ടിംഗ് ഒന്നും ഇനി എന്റെ മുൻപിൽ നടക്കാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരമായിട്ട് കാത്തിരുന്നത്. ട്രഫാർഗറിലോ ആണെങ്കിൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് അപ്പുറത്തലച്ച ആന്റിയെ വേറൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ്. അവളാണെങ്കിൽ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ദൂരേക്ക് ഓടും. അതേസമയം ഡോഫ്ലമിംഗോ അവന് ഭയങ്കര കൺഫ്യൂഷൻ. കാരണം സാഞ്ചിയെ ചാക്കിലാക്കാൻ അവൻ ഓൾറെഡി വയലറ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അവനോട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ആ കപ്പലിൽ അവിടേക്ക് കടന്നു പോയിരിക്കുകയാണ്. അതിനർത്ഥം അവിടെ എന്തോ ഒന്ന് പിഴച്ചു എന്നാണ്. സോ എന്റെ പ്ലാനുകൾക്ക് എവിടെയൊക്കെയോ വീഴ്ച പറ്റിയെന്ന് ചിന്തിച്ച് ഡോഫ്ലമിംഗോ അവനങ്ങനെ ടെൻഷനാവും. ട്രഫാർഗറിലോ ആണെങ്കിൽ ആളുടെ സ്ക്വാഡ് വീശും. നിനക്കൊരു കാര്യം അറിയോ? നീ എന്തോ ആക്കണമെന്നും കൂടെ നിർത്തണമെന്നും ആഗ്രഹിച്ച ആ സീസർ അവനിപ്പോ എന്റെ ആൾക്കാരോട് സേഫായി മറ്റൊരു ഭാഗത്താണ്. അതുപോലെ ഞാനും നീ ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയം നിന്റെ സ്മൈൽ ഫാക്ടറി അതിപ്പോ എന്റെ ആൾക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ എന്റെ ആഗ്രഹം അത് സഫലമായെന്ന് പറഞ്ഞ് ട്രഫാർഗറിലോ അവന്റെ വാള് വീശി ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് 2 ഫൈറ്റർ ഫിഷുകളെ ഡോഫ്ലമിംഗോയ്ക്ക് നേരെ അയക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്ട്രിങ്സ് ഉപയോഗിച്ച് അവറ്റകളെ വെട്ടി താഴെയിടാണ്. അടുത്ത നിമിഷം ട്രഫാർഗറിലോയും ഡോഫ്ലമിംഗോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ ഇപ്പൊ സീസറുമായി ട്രഫാർഗറിലോ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ദൂരേക്ക് പോയിരിക്കുകയാണ്. നാമിയും ചോപ്പറും ഒക്കെ അവിടെ മുഴുവൻ ചുറ്റും നോക്കും, എന്തെങ്കിലും അപകടം അവർക്ക് നേരെ വരുന്നുണ്ടോ എന്ന്. പക്ഷെ അത്തരത്തിലൊന്നും അവർക്കിപ്പോ കാണാനായിട്ട് കഴിയില്ല. ബ്രൂക്കാണെങ്കിൽ ഒറ്റക്കാലിൽ വട്ടം കറങ്ങി ചുറ്റും സൂപ്പർവൈസ് ചെയ്യാണ്. അപ്പോഴായിരിക്കും നാമി തൊട്ട് മുകളിലായിട്ട് കുറെ മേഘങ്ങൾ കാണുക. അവളാണെങ്കിൽ ആ മേഘങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കും. അപ്പൊ അവള് കാണും സാക്ഷാൽ ഡോഫ്ലമിംഗോ. അവന്റെ സ്ട്രിങ്സ് അതിപ്പോ ആ മേഘങ്ങളിൽ കൊളുത്തി വലിച്ച് അവിടേക്ക് പാഞ്ഞടുക്കുകയാണ്. നാമിയാണെങ്കിൽ ഒരു സെക്കൻഡ് കണ്ണൊക്കെ തിരുമി മുകളിലേക്ക് നോക്കും. അത് അവളുടെ വെറും ഇമാജിനേഷൻ ആയിരുന്നു. അവൾ ബ്രൂക്കിനോട് പറയും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവൻ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ചാടി വീഴാം. ഫുൾ അറ്റൻഷനോട് കൂടെ അവൻ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിനവനും ഓക്കെ പറയും. നാമിയാണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. അഥവാ അവൻ വരികയാണെങ്കിൽ എന്റെ തണ്ടർ അവർ വെച്ച് അവനെ നേരിടണം. ഒരു കാരണവശാലും അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാനോ സീസറിനെ കൊണ്ടുപോകാനോ അനുവദിക്കരുത്. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ റോബിനെ ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷനാവും. എങ്ങനെയെങ്കിലും എന്റെ ചുന്ദരി പെണ്ണ് അവള് സേഫായി എന്റെ അടുത്തേക്ക് വന്നാൽ മതിയായിരുന്നു. മാത്രമല്ല സോറോയും ആ സാമുറായും അവർ രണ്ടുപേരും ലൂഫിയെ കണ്ടുമുട്ടി എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. പിന്നീട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാം. ഇവിടെ ചോപ്പറിനാണെങ്കിൽ ട്രഫാർഗറിലെ ഓർത്ത് ഒരുപാട് വിഷമവും പേടിയൊക്കെ തോന്നും. കാരണം അവന് ചുറ്റും ആ ഡോഫ്ലമിംഗോയും അവന്റെ ആൾക്കാരും നേവിക്കാരും അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ഓരോരോ കാര്യം ഓർത്ത് ടെൻഷൻ ആവുമ്പോഴായിരിക്കും നമ്മുടെ മൊമന്റോസ്കി അവനും ഡോഫ്ലമിംഗോയുടെ രൂപവും ഭാവവും പവറും ഒക്കെ കണ്ട് ആകെ പേടിച്ച് ഷോക്കായി ഇപ്പൊ വീണ്ടും ഡ്രാഗണായി മാറിയിരിക്കുകയാണ്. ഇവൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർ ഓടി അടുത്തേക്ക് വരും. അപ്പൊ മൊമന്റോസ്കി അവൻ ഒരു സെക്കൻഡ് ഡോഫ്ലമിംഗോ ഒരു ഗ്ലാഡിയേറ്ററിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കാര്യം അത് ആലോചിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും അന്ന് നടന്ന ആ സംഭവം അത് ആലോചിക്കുകയാണ്. ഡോഫ്ലമിംഗോ അവൻ ഒരുപാട് ഗ്ലാഡിയേറ്റേഴ്സിനെ കൊന്ന് അങ്ങനെ വെറു പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട മൊമന്റോസ്കിയുടെ കൂടെ ഉണ്ടായിരുന്ന കാഞ്ചറോ ആണെങ്കിൽ ഇപ്പോ അവനെയും കൂട്ടി അവിടുന്ന് പോകും. തുറമുഖത്തിൽ ഞാനൊരു കപ്പൽ കണ്ടിട്ടുണ്ട്, നമുക്ക് ആ കപ്പലിൽ കയറി ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാന്ന് പറയും. അങ്ങനെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവനെ ആ ഡോഫ്ലമിംഗോയുടെ ആൾക്കാർ പിടിച്ചത്. കട്ട് ചെയ്ത മൊമന്റോസ്കി ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ആകെ പേടിച്ചിരിക്കുകയാണ്. അതേസമയം സാഞ്ചി ആണെങ്കിൽ വയലറ്റിനെ ഓർത്ത് സ്വപ്നം കണ്ടിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ വയലറ്റ് അവൾ കടന്നു പോകുന്ന വഴിയിൽ ഇപ്പോ റബേക്കയുടെ ഫൈറ്റ് കാണിക്കും. ഒരുപാട് പേര് റബേക്കയെ നോക്കി ചീത്ത വിളിക്കുകയാണ്. അതിൽ കലി കയറിയ വയലറ്റ് ആവട്ടെ ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയില് അതങ്ങനെ ഷൂട്ട് ചെയ്ത് മൊത്തമായിട്ട് തകർക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സോറോ അവനാണെങ്കിൽ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അയ്യോ അല്ല, നീ കരുതും പോലെ സ്ട്രോഹാർ ലൂഫിയുടെ ടീമിലെ സോറയൊന്നും അല്ല ഞാൻ. അതിനാ പച്ചത്തലയും പറയും, മാസ്റ്റർ നിങ്ങൾ വെറുതെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പേര് സോറോ ആണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മാസ്റ്റർ സ്ട്രോഹാർ ലൂസി എന്ന പേരിൽ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആളെയും ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞു.
സോറയ്ക്കാണെങ്കിൽ അവൻ സത്യം മനസ്സിലാക്കിയെന്ന് മനസ്സിലാവുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. പച്ചത്തലയും വീണ്ടും ഇപ്പൊ സോറയോട് ചോദിക്കും, ലൂഫിയെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? അവനെ കൂട്ടിക്കൊണ്ടു പോകാനാണോ നിങ്ങൾ ഇവിടേക്ക് വന്നേ? അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഓരോ ഓട്ടോഗ്രാഫ് തരണം. അതിന് സോറോ പറയും, തീർച്ചയായിട്ടും നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യണം. അത് കേൾക്കുമ്പോൾ അവന് വീണ്ടും ഒരുപാട് സന്തോഷം. സോറോ അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടി ഈ കാര്യം ചെയ്യാനായിട്ട് എന്നോട് അപേക്ഷിക്കുന്നു. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ലൂഫിയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ് അവനിപ്പോ ഉഷാറായിട്ട് ഓടുകയാണ്. ഇത് എനിക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ത് വില കൊടുത്തും ലൂഫി മാസ്റ്ററെ കണ്ടെത്തി ഞാൻ സോറോയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവരുടെ പ്രീതി അത് ഞാൻ തേടും. അവനാണെങ്കിൽ ലൂഫിയുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് ഇപ്പോ ആ ബിൽഡിംഗ് മുഴുവൻ കയറി ഇറങ്ങി ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മത്സരാർത്ഥികളാണെങ്കിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. വലിയൊരു ജയന്റ് വേറൊരു ജയന്റിനെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് എടുത്ത് വീണ്ടും വീണ്ടും ആറഞ്ചം പൊറഞ്ചം കറക്കി ദൂരേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് ജനങ്ങൾ ആരവും മുഴക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ മണിക്കൂറുകളായിട്ട് നിർത്താതെ കമന്ററി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരേ ഒരു പെൺകുട്ടി. അവള് ഒരു മൂലയ്ക്ക് മാറി നിന്ന് ഫൈറ്റ് ചെയ്യാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ റബേക്ക. അവളാണെങ്കിൽ ഇപ്പോ വരുന്നവരെ എല്ലാവരെയും വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ജനങ്ങൾക്ക് അതൊട്ടും ഇഷ്ടാവില്ല. അവർക്ക് കാണേണ്ടത് ഫൈറ്റ് മാത്രമാണ്. ആരുടെയെങ്കിലും ഒരു 5-6 എല്ല് തല്ലി ഒടിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടി രക്തം ചിന്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും ആങ്കറും അവളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ പെണ്ണ് ആരുടെയും ബോഡിയിൽ ഒരു ഹാമും ഉണ്ടാക്കുന്നില്ല. അവൾ എല്ലാവരെയും വെള്ളത്തിലേക്ക് തള്ളിയിട്ട് എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. അതാണ് ഇപ്പൊ എല്ലാവർക്കും അവളോടുള്ള ദേഷ്യവും. ചുറ്റുമുള്ളവരെല്ലാവരും നിർത്താതെ അവളെ കളിയാക്കി കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ റബേക്ക അവൾ തളരാതെ വീണ്ടും വീണ്ടും അവളെ കൊണ്ട് പറ്റും പോലെ അവരുമായിട്ട് പൊരുതും. മാത്രമല്ല അവളുടെ ഉള്ളില് അത് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ടെങ്കിലും അവളുടെ ദൃഢനിശ്ചയം അതില് ഒന്നും തന്നെ തളർന്നു പോവാതെ അവൾ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത നിമിഷം വലിയൊരു ജയന്റ് അതാണെങ്കിൽ അവളെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. അവനെ കാണുമ്പോൾ അവൾ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ടോയ് സോൾജിയർ ആണെങ്കിൽ നിർത്താതെ അവൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. തിരികെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൾക്ക് സ്പേസ് ഉണ്ടായിട്ടും അവൾ അവനെ അറ്റാക്ക് ചെയ്യില്ല. ആരെ ഹേർട്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ടോയ് സോൾജിയർ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവൾ അറ്റാക്ക് ചെയ്യാതെ ഡിഫെൻഡ് മാത്രം ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ ആ ജയന്റ് മാൻ അങ്ങനെ ഓടി ഓടി അവളുടെ ക്ലോസ് എത്തി അവൾ ഒരൊറ്റ അടിയിൽ അവളെ തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം അവളുടെ ചുറ്റും വരുന്ന എല്ലാവരെയും എടുത്തെറിഞ്ഞും ചവിട്ട് തെറിപ്പിച്ചും കറക്കി എറിഞ്ഞും ഒക്കെ അവൾ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആങ്കർ ആണെങ്കിൽ അവളുടെ അറ്റാക്കിനെ കുറിച്ച് വിളിച്ചു പറയും. ഇവിടെ ലൂഫി അവന് കറക്റ്റായിട്ട് പിടികിട്ടും. കോൺസെൻട്രേഷൻ ഹോക്കി പവർ ആണ് റബേക്ക യൂസ് ചെയ്യുന്നത്. സോ ആരൊക്കെ എന്തൊക്കെ ഫൈറ്റ് ചെയ്യും എന്നവൾക്ക് നന്നായിട്ട് അറിയാം. അത് ഉപയോഗിച്ച് തന്നെ അവൾ ഈസി ആയിട്ട് അവരെ മലത്തി അടിക്കും. ലൂഫി ആണെങ്കിൽ അവളുടെ ഫൈറ്റിംഗ് സ്റ്റൈലിനെ അഭിനന്ദിക്കും. പക്ഷെ അതേസമയം ആങ്കർ ആണെങ്കിൽ അവളെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. വേറൊരു ജയന്റ് അത് അവളെ തന്നെ ഫോക്കസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വരികയാണ്. കാണികളും നമ്മുടെ ലൂഫിയും ആങ്കറും അങ്ങനെ എല്ലാവരും അടുത്ത നിമിഷം എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.